ഇതാണ് ലിവിംഗ് റൂമിന്റെ മെയിൻ രസം. ആഹാ മക്കളെ സൂപ്പർ വ്യൂ ആട്ടാ. കം ടു അബുദാബി. അതിലത്തെ മുട്ട എടുത്ത് അത് ശരിയല്ല, അത് ശരിയല്ല. ഹായ് ഹായ്, നമ്മളെ അബുദാബിയിൽ വെച്ചിട്ടുള്ളൊരു ലഞ്ച് പരിപാടി ഉണ്ട്. നമ്മളെ കസിൻ്റെ അവിടെയാണ്. അപ്പോൾ ജസ്റ്റ് വിളിച്ചപ്പോൾ നമ്മളെ വേറെയും കസിൻസ് ഉണ്ട്, അവരുടെ കൂടെയാണ് ഇന്ന് വരുന്നത്. അപ്പോൾ അബുദാബിയിലെ ഷൈൻ ബിൽഡിംഗ് എന്ന് പറയും, ഫേമസ് ബിൽഡിംഗ് ആണ് ഷൈൻ ടവർ. അപ്പോൾ അതിൽ വെച്ചിട്ടാണ് അതിലാണ് അവരെ ഫ്ലാറ്റുള്ളത്. ഒരു 2 ബെഡ്റൂം അപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെയും ആ വ്യൂ ഒക്കെ ഒന്ന് കാണാം. നമ്മളെ അപ്പാർട്ട്മെൻറ്റും ഒക്കെ ആയിട്ട് കണ്ട് നമ്മളെ കസിൻസിൻ്റെ കൂടെ ഒരു ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഒരു പോക്ക്. അപ്പോൾ അത് ഒരു വീഡിയോ ആക്കിയിട്ട് ഒന്ന് എടുക്കാൻ വിചാരിച്ചു. നമുക്ക് നല്ല വ്യൂ ആണ്, മറ്റേ അതിൻ്റെ ലിവിങ് റൂമിലും ബെഡ്റൂമിലും എവിടെ വന്നാലും കോർണേഷന് ഭയങ്കര വ്യൂ കിട്ടുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് വന്നാൽ നമ്മളൊരു ഫോയർ സ്പേസിലേക്കാട്ടാ. അവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ റൈറ്റ് സൈഡിലാണ്, റൈറ്റ് സൈഡല്ല ലെഫ്റ്റ് സൈഡാണ് ഇതിൻ്റെ ഫോർമൽ ലിവിങ് റൂം ഇതൊക്കെ വരുന്നത്. ഫോർമൽ ലിവിങ് ഇങ്ങനെ പോയി ഹായ്, ഇതാണ് ഇതിൻ്റെ നമ്മുടെ അളിയൻ ഷെരീഫ് എന്ന് പറയും. ഇതാണ് ഇതിൻ്റെ കഥാനായകൻ. മൂപ്പാളാണ് നമ്മളെ ലഞ്ചിനൊക്കെ വിളിച്ചത്. പക്ഷെ എന്താകുമെന്നൊന്നും അറിയില്ല, ഞാൻ പറഞ്ഞ് പറ്റിച്ചതാന്ന് പറയില്ല കേട്ടാ. അപ്പോൾ നമ്മളെ മറ്റുള്ള കസിൻസാണ് വിളിക്കണത്. ഇതാണ് ഇതിൻ്റെ ഫോർമൽ ലിവിങ് റൂം കേട്ടാ. നല്ല രസത്തിൽ സെറ്റ് ചെയ്തിട്ടാണ്, നല്ല രസത്തിൽ നല്ല സോഫ സെറ്റൊക്കെ ഇതായി. അയാൾ ഭയങ്കര ഗിറ്റാറൊക്കെ വായിക്കുന്ന വിചാരം, അതിന് ഭയങ്കര ആരാണ്. പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ വായിക്കണം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളും ഓടും എന്നൊക്കെ എന്താ തോന്നണ കേട്ടാ. ഒന്ന് വായിപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ. പക്ഷെ ഇതിൻ്റെ ഒരു രസം കണ്ട ഈ ലിവിങ് റൂമിൻ്റെ, ഇതാണ് ലിവിങ് റൂമിൻ്റെ മെയിൻ രസം. ആഹാ, ഇവിടെ ഇങ്ങനെ ഇരുന്ന് നമ്മൾ അബുദാബി കോർണിഷ് മൊത്തം കാണാം. കണ്ട ഇതാ കാണുന്ന നമ്മൾ അബുദാബി കോർണിഷ്. ഓക്കെ, ഇങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ കാണാൻ ലോങ്ങ് കാണുന്ന ഫ്ലാഗൊക്കെ ആയിട്ട് അവിടെയാണ് മറീന മാൾ സ്ഥിതി ചെയ്യുന്നത്. ഫേമസ് ആണ് അബുദാബിയിൽ. ഓക്കെ, ആ അതിൻ്റെ ഏരിയയിൽ അങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാമല്ലോ ബിൽഡിങ്സും. രാത്രി വ്യൂ സൂപ്പറാട്ടാ. ഒരു 1.5 വ്യൂ ആണ് രാത്രി ഇവിടെ വന്നാൽ. നമുക്കിങ്ങനെ ചില്ലായിട്ട് ഒരു കോഫി ഇതൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര രസമാണ്. നല്ലൊരു ഏരിയ. ഇവിടെ ഓപ്പൺ കിച്ചണൊക്കെ ഉണ്ട്. ഒന്ന് നമ്മളെ നിങ്ങൾ വൃത്തിയാക്കാൻ ചെയ്യാത്ത കാരണം ഓവറായിട്ട് അങ്ങോട്ട് എടുക്കണ്ടേ ചിട്ടാ. ഇതാണ് ഇല്ല, അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. ഓപ്പൺ കിച്ചൺ ലിവിങ് റൂമിനോട് ജോയിൻ്റ് ആയിട്ടാണ് ഇതിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത് കേട്ടാ. നല്ല രസമാണ്. അത്ര ഓവർ വലുതല്ലെങ്കിലും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എന്താ സൂപ്പറാണ്, അടിപൊളിയാണ്. കഥാനായകിനെ ഇപ്പം ഞാൻ ഇതിൽ എടുത്തില്ല. കഥാനായകി ഭയങ്കര ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് പുറത്ത് ഇങ്ങനെ സൗണ്ടൊക്കെ കേൾക്കുള്ളൂ. അപ്പോൾ പറഞ്ഞ് ഒരുങ്ങിയിട്ടൊക്കെ വരാം, എന്നിട്ട് എടുത്താൽ മതി പറഞ്ഞ കാരണം എടുത്തില്ല. അളിയാ ഇതെന്താണ്? ആ ഗ്രാമഫോൺ. ഇത് എത്ര കൊല്ലം പഴക്കമുള്ള? 100 വർഷാ? ആര്? ലോക്കൽ ഫ്രണ്ടാ? ഷേക്കിന്റെ വീട്ടില്ല കണ്ടോ? കണ്ടോ? നല്ല രസമില്ലേ ഈ ഗ്രാമഫോണ്? നമ്മളെ ആളെ എനിക്കൊരു ഷേക്ക് ഗിഫ്റ്റ് കൊടുത്താണ്. ഈ അടിപൊളിയല്ലേ?
നല്ല നല്ല വൃത്തിയുണ്ട് അല്ലേ? ടി വി യൂണിറ്റ് സെന്ററിനുണ്ട് ഒരു ആംഗിൾ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് നല്ല രസമുള്ള ബ്യൂട്ടിഫുൾ ലൈറ്റ്, നല്ല രസമുണ്ടല്ലേ? അപ്പൊ നമ്മൾ ഒരു ഇതിന്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് ഒന്ന് പോയാലോ? നല്ലൊരു മെയിൻ പോകുമ്പോ തന്നെ ഫസ്റ്റ് ഇതിന്റെ വാഷ്റൂം, അത് ഫസ്റ്റ് ബെഡ്റൂമിൽ തുറക്കാനായിട്ട് മുമ്പേട്ടാ. അത് ലൈറ്റ് ഒന്നും ഇട്ടില്ല, ഇനി എനിക്ക് ലൈറ്റ് ഇടാൻ വയ്യ. നമ്മൾ ബെഡ്റൂമിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വാ, ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. നല്ല കിങ് സൈസ് ബെഡാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. നല്ല വൃത്തിയുള്ള, ഓവർ ഇതൊന്നും കൊടുക്കാണ്ട് നല്ല വൃത്തിയുള്ള, ഓവർ ഡിസൈനൊന്നും കൊടുക്കാണ്ട് നാശമാക്കിയിട്ടില്ല. നല്ലൊരു വാർഡ്രോബും ഉണ്ട്, നല്ല വൃത്തിയുള്ള. ഇവിടെ മൊത്തം അളയന്മാർക്കൊക്കെ പോളിഷ് ചെയ്യാനും മേക്കപ്പ് ചെയ്യാനുള്ള മേക്ക് സെറ്റൊക്കെ ഇതിങ്ങനെ വെച്ചിരിക്കുക ടേബിൾമേ. ആള് പാട്ടും പാടും തോന്നുന്നു. ഉണ്ടാ ഒരു സോണിയുടെ ഒരു സ്പീക്കർ സെറ്റും ഉണ്ട് കേട്ടോ, വിത്ത് മൈക്കായിട്ട്. ഈ ബെഡ്റൂമിൽ ഇരുന്നുള്ള സുഖം മക്കളെ, കണ്ട വ്യൂ കണ്ട ബെഡ്റൂമിലുള്ള. ഇങ്ങനെ ബെഡ്റൂം ഇങ്ങനെ ഇരുന്ന് ആ വ്യൂ നോക്ക്. വാ, അതേ വ്യൂ നമ്മൾ ലിവിങ് റൂമിൽ നിന്ന് കണ്ട, ഫോർമൽ ലിവിങ് റൂമിൽ കണ്ട അതേ വ്യൂ ബെഡ്റൂമുമായിട്ട്. സൂപ്പർ അല്ലേ? താഴെ നോക്ക്, എന്താ രസം. നല്ല ബെഡ്റൂം ആട്ടോ, നല്ല ഇതിൽ നല്ല രസത്തിനുണ്ട്. ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം. അപ്പോൾ ഇനി നമ്മളിങ്ങനെ ആ ബെഡ്റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോയി നെക്സ്റ്റ് ബെഡ്റൂം, ഇവിടുത്തെ മോൻ്റെ ബെഡ്റൂം ആട്ടോ. കയറുമ്പോൾ തന്നെ നല്ല കബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഗെയിം കളിയിലാള് വേണ്ട. PS5 എപ്പോൾ ടൈം കിട്ടി അപ്പോഴൊക്കെ PS5 ആയിട്ടുള്ള. ഇതാണ് സെക്കൻഡ് ബെഡ്റൂം. ഓക്കെ, ഇത് അവൻ്റെ ബെഡ്റൂമാണ്. ഈ കക്ഷിയുടെ ബെഡ്റൂമാണ്. ഇവങ്ങനെ കോർണിഷും നോക്കി ഇങ്ങനെ കളിച്ചും കൊണ്ടിരിക്കും. എന്താ, രണ്ട് ബെഡ്റൂമിനും സൂപ്പർ വ്യൂ ആണ്, ഒരു രക്ഷയില്ല വ്യൂ. അതും കണ്ട് ഇങ്ങനെ PS5 കളിച്ച് ഇങ്ങനെ ഇരുന്നിട്ടാ നീ. PS5 കണ്ടടേ. എന്താ ആരായിട്ടാ അവിടെ കളിക്കണേ? അൻഷിനായിട്ടാ. ഇപ്പോൾ ടീം മൊത്തം തന്നെ എല്ലാവരെയും കൊണ്ട് ഇടിപ്പിച്ചിങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട്. ആ വീഡിയോ കോൾ ഉണ്ടാ? എന്താണ് അൻഷിയ കളി തന്നെയല്ലേ? ഈ നാട്ടിലെത്തില്ല കണ്ട, ഒരു ചമ്മൽ അൻഷിക്ക്. ഇത് ചാച്ചു ഇങ്ങനെ പോട്ടാ. വീണ്ടും ഗസ്റ്റുകളുടെ ഒരു വരവാണ്. ഗസ്റ്റുകളാണ് ആകുന്നത്. സൂപ്പർ അല്ലേ ഗസ്റ്റുകള്? ഇതിവരെ മെമ്മറീസ് ഫോട്ടോസ് ഒക്കെ കണ്ട, ഒരു പഴയ കാലം മുതലുള്ള ഫോട്ടോസൊക്കെ നല്ല പ്രിന്റ് ചെയ്തിട്ട് അടിപൊളിയായി വെച്ചിട്ടുണ്ട്, സൂപ്പറായി വെച്ചിട്ടുണ്ട്. ഇത് മിസ്റ്റർ അജു. ആള് വിചാരം മറ്റേ ദുൽഖർ സൽമാനാണ് ആളെ വിചാരം. ചെറിയൊരു കട്ടൊക്കെ ഉണ്ട് പറഞ്ഞു. നല്ല നാട്ടിലത്തെ ഉണ്ണിയപ്പല്ലേ, ആ ഉണ്ണിയപ്പാട്ടായി ഇരിക്കണേ. അയവാ, എന്താ ഉണ്ണിയപ്പം. ആള് കൂടി ആളിയാ ഉണ്ണിയപ്പം കഴിക്കുക. നല്ല രണ്ട് വാൾ പെയിന്റ്, നല്ല രസമുള്ള രണ്ട് വാൾ പെയിന്റ് ഉണ്ട് കേട്ടോ, നല്ല രസത്തിലുള്ള. പിന്നെ ആള് നല്ല വായനുള്ള ആളാട്ടാ. നമ്മളെ കഥാനായകൻ നല്ല വായനുള്ള ആളാ കേട്ടാ, ബുക്കുകൾ കുറച്ചുണ്ട്. പിന്നെ പറഞ്ഞ അത്യാവശ്യം മ്യൂസിക്കൊക്കെ കയ്യിലുണ്ട് എന്നാ വിചാരം. പക്ഷെ ഞങ്ങളങ്ങോട്ട് സമ്മതിച്ച് കൊടുക്കില്ല. ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ടേബിൾ. അതിന് നല്ല രസത്തിലുള്ള
3 ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടാ. നല്ല രസമുള്ള 3 ഹാങ്ങിങ് ലൈറ്റ് കണ്ടാ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട്. അതിലൊരു 6 സീറ്റർ 6 സീറ്റുള്ളൊരു ടേബിൾ. കഥാനായകനോട് ഗിറ്റാർ വായിക്കാൻ പറഞ്ഞിട്ട് ഭയങ്കര ചമ്മല്, ബലം പിടുത്തോ. അളിയാ ഒന്ന് വായിക്കളിയാ. ആ വായിക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. എന്നാ വായിക്കൂ. ഒരു ചായ ഒരു ടേ. അളിയനക്ക് അളിയനെ ഞങ്ങളെ ലഞ്ച് കഴിക്കാൻ വിളിച്ചതാ. എന്നിട്ട് അളിയെ പെറ്റിക്കാന്ന് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് ബിരിയാണി തന്നിട്ടേ പെറ്റിക്കാണ് ഞങ്ങളെ. പിന്നെന്തോ ഗ്രില്ലഡ്. അതിലത്തെ മുട്ട താളി എടുത്ത് അത് ശരിയല്ല, അത് ശരിയല്ല അളിയാ. മുട്ട അളി എടുക്കുക. ഒരാളെ വിളിച്ചിട്ട് മുട്ട എടുക്കുക പറഞ്ഞാല് മോശല്ലേ? അല്ല, ഞങ്ങളിങ്ങനെ ഫുഡ് കഴിക്കാന് നല്ല കോർണിഷ് ഇങ്ങനെ നോക്കി, ആ കോർണിഷ് നോക്കി കഴിക്കാൻ ഭയങ്കര രസാട്ടാ. അബുദാബി കോർണിഷ് ഇങ്ങനെ നോക്കിയിട്ട് ഭക്ഷണം കഴിക്കുക പറഞ്ഞാൽ അതൊരു പ്രത്യേക തരം ഫീലാ. മസിനക്കുടി ഊട്ടിയിലേക്ക് പറഞ്ഞ പോലെ ഞങ്ങൾ അബുദാബി കോർണിഷ് വഴി ഒരു ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് മിസ്റ്റർ അലിയന്റെ അവിടേക്ക് വന്നതാണ്. ഇതാണ് കേട്ടോ ആള്. ഇങ്ങനെ ഇരുന്നോട്ടെ. ആള് ഭയങ്കര സംഭവാ. കാരണം പൊക്കി പറഞ്ഞപ്പോ എന്തെങ്കിലും കിട്ടുള്ളൂ, അതുകൊണ്ടാണ്, അല്ലാണ്ട് ഒന്നുമല്ല. അപ്പൊ അങ്ങനെയാണ് ഭക്ഷണം കഴിക്കാതിരുന്നു. ഞാൻ ഭക്ഷണം കഴിക്കാതിരുന്ന എന്തൊക്കെ തീർക്കുമ്പങ്ങള് ലാസ്റ്റ് നമ്മള് വീഡിയോ എടുത്തിട്ട് ലാസ്റ്റ് അമ്മക്കൊന്നും ഇല്ലാണ്ടാവും. അമ്മ വിളിച്ച ആളെ ഇങ്ങനൊക്കെ തിന്നുമ്പോ മോശല്ലേ? നിങ്ങളെ നമ്മളെ വിളിച്ചത്, നിങ്ങളല്ലേ കഴിക്കണ്ടേ, ഞങ്ങളെ കഴിക്കണ്ടേ? അപ്പൊ മിസ്റ്റർ വായിദ, മിസ്റ്റർ അല്ലട്ടോ, സോറി മിസ് വായിദ. പൊങ്കാല ഇടാൻ വരരുത്. ഒരു തെറ്റൊക്കെ എല്ലാവർക്കും തെറ്റും. കോർണിഷും നോക്കി ലൈവാണ്. 1 മില്യൺ ആൾക്കാരാണ് കാണാൻ വരുന്നത്. കണ്ടാ വ്യൂ കണ്ട മക്കള്, സൂപ്പർ വ്യൂ ആട്ടാ. കം ടു അബുദാബി. ഇനി ഒന്നും കൂടി പറയാനാ പറയണേ. പെങ്ങളെ അപ്പുറത്ത് നിന്നിട്ടേ അവളും വീഡിയോ എടുക്കാണ്. മക്കളെ കം ടു അബുദാബി.